സോ ആദ്യമായി ഈ സിനിമ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഉദയൻ ഈസ് ദി കംപ്ലീറ്റ് ഹീറോ. ദിസ് പേഴ്സൺ ഡോണ്ട് ഡിസേർവ് ദിസ് മച്ച് സാഡ്നെസ്. പിന്നീടാണ് ഉദയന്റെ മറ്റൊരു സൈഡ് കൂടുതൽ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്തത്, ഇൻ വിച്ച് ഹി ഈസ് മേക്കിംഗ് അതേഴ്സ് ഫീൽ സാഡ്. നല്ല വേഷം തരാൻ നടക്കുന്ന കാര്യമല്ല. Udayan is a red flag, especially as a friend. So let's decode this red flag in friendship. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായി. പിന്നല്ലാതെ Udayan himself is struggling so much, and ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് പേഴ്സണലി ഇത്രയധികം അടുത്തറിയാവുന്ന വേറൊരു വ്യക്തിയോട് ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഇറ്റ് ഷോസ് ലാക്ക് ഓഫ് എംപതി. സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടർ ആയെന്ന് കരുതി അതാണോ സിനിമ അഭിനയം? And Udayന്റെ whole view about achievements is very much problematic because ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ whatever it is, every small achievement matters. ഏത് റേറ്റിലുള്ള അച്ചീവ്മെന്റ് ആണെങ്കിലും അതിനെക്കുറിച്ച് ഓർത്ത് പ്രൗഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. Do you know what Stanislavski said about acting? അഭിനയം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു ആർട്ട് ഓപ്പറേഷൻ പോലെയാണ്. അഭിനയം എന്തെന്ന് പഠിക്കുക, ഇല്ലെങ്കിൽ നാട്ടിൽ പോയി വേറെ എന്തെങ്കിലും ജോലി എടുത്ത് കുടുംബം പുലർത്താൻ നോക്കും. രാജപ്പനുമായി എപ്പോഴൊക്കെ കോൺവെർസേഷൻ വരുന്നുണ്ട് അപ്പോഴെല്ലാം ഉദയൻ ഈസ് ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ് ആസ് മോർ സുപ്പീരിയർ, മോർ എഫിഷ്യന്റ്. ഇത്തരത്തിലുള്ള ബിഹേവിയർ ഈസ് ആക്ച്വലി ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻസെക്യൂരിറ്റി. And then shaming Rajapan in the absence of Rajapan. ആണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. എന്റെ നായകൻ വളരെ സുന്ദരനാണ്, മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ. And then ruthlessly body shaming.